ഷാഫി പറമ്പലിനെ മറയാക്കി രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഏർപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. ഷാഫി പറമ്പലിനെ മറയാക്കി രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. MLA എന്നുള്ള നിലയിൽ മണ്ഡലത്തിൽ നിന്നും മാറി നിൽക്കരുതെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന ഗ്രൂപ്പ് യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. സംരക്ഷണം ഏർപ്പെടുത്തുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ച നടപടികൾ എന്ന പേരിൽ ജനപിന്തുണ നേടാനുള്ള ശ്രമങ്ങൾ മണിയറയിൽ നടക്കുന്നുണ്ട്. ടിൻറ്റു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ടിൻറ്റു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രദീപ് പിള്ള, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ കേസുകളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ രാഹുലിനെതിരെയുള്ള പടയൊഴുക്കമൊക്കെ നടക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഷാഫി പറമ്പലിനെതിരായിട്ടുള്ള ചില ആക്രമണങ്ങളും ഷാഫി പറമ്പലിനെതിരായിട്ടുള്ള ചില പ്രചാരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഷാഫി പറമ്പലിനെ മറയാക്കിക്കൊണ്ട് രാഹുലിനെ സംരക്ഷിക്കുക, ഇപ്പോൾ ഈ നിലവിൽ നടക്കുന്ന ഷാഫി പറമ്പലിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളും ഷാഫി പറമ്പലിനെതിരെ പൊതു ഇടങ്ങളിൽ നടക്കുന്ന DYFI അതോടൊപ്പം തന്നെ CPM പ്രവർത്തകരുടെ പ്രതിഷേധങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഒതുക്കി തീർക്കുക എന്നാണ് നിലവിലെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നൊരു അജണ്ട ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ചേർന്ന ഈ ഗ്രൂപ്പ് യോഗങ്ങളിൽ അത് ഷാഫി പറമ്പിൽ അത്തരത്തിൽ ഈ ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടില്ല എന്നൊരു മറുപടിയാണ് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും 10 മിനിറ്റ് നേരം പാലക്കാട് ഇത്തരത്തിലൊരു ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടുള്ളതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഗ്രൂപ്പ് യോഗത്തിൽ പ്രധാനമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും KPCCയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. MLA സ്ഥാനം രാജിവെക്കാനായിട്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. MLA സ്ഥാനം രാജിവെക്കാത്തടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കണ്ട എന്നൊരു തീരുമാനമാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനമാണ് ഗ്രൂപ്പ് യോഗത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ള വനിതാ MLA മാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യക്ഷമായിട്ട് തന്നെ ഇത്തരത്തിൽ എതിർപ്പ് അറിയിക്കുകയും അത് മാധ്യമങ്ങൾക്ക് പ്രതികരണമായിട്ട് നൽകുകയും ചെയ്തിരുന്നു. അതൊരു പക്ഷേ മുന്നണിയെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ഷീണമായിട്ടുള്ള കാര്യമാണ്. വനിതാ നേതാക്കന്മാരെ പറഞ്ഞ് അല്ലെങ്കിൽ അതിൽ വനിതാ നേതാക്കന്മാരുമായിട്ട് ഒരു സമന്വയത്തിൽ ആയതിനു ശേഷം അല്ലെങ്കിൽ അവരുമായി സംസാരിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകരുത് എന്ന് പറഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ തന്നെ നിർത്താനാണ് തീരുമാനമായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശന പരിപാടികൾ ആരംഭിക്കുന്നുണ്ട്. സണ്ണി ജോസഫ് MLA കഴിഞ്ഞ 2 ദിവസം മുമ്പ് കണ്ണൂരിൽ നിന്നുമാണ് ആദ്യപടിയായിട്ട് ഗൃഹസന്ദർശന പരിപാടി ആരംഭിച്ചത്. ഇവിടെ ലഘുലേഖകൾ ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ നേരിടാനായിട്ട് ഈ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടികൾ, അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും അതോടൊപ്പം തന്നെ KPCCയിൽ നിന്ന് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തതും ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് എടുത്ത നടപടികളൊക്കെ ജനങ്ങളെ ധരിപ്പിക്കുക, അതിൽ കൂടുതൽ വിശ്വാസ്യത തേടിയെടുക്കുക എന്നൊക്കെയാണ് നിലവിലെ അജണ്ട. ഏതായാലും ഗ്രൂപ്പ് യോഗങ്ങൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കണമെന്നൊരു ആശയം ഉയർന്നു വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് പോയിട്ടില്ല. നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള പ്രതികരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ രാഹുലിനെ സംരക്ഷിക്കണമെന്നാണ് ഗ്രൂപ്പ് യോഗങ്ങളിൽ അറിയിച്ചുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാതെ തന്നെ ഈ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ അത് കോൺഗ്രസ് മയപ്പെടുത്തിയെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പാർട്ടിക്കുള്ളിൽ രാഹുലിനെതിരെ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി സംരക്ഷിക്കാതെ ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ MLA മണ്ഡലത്തിൽ വേണം തുടങ്ങിയ ന്യായങ്ങൾ നിരത്തി വീണ്ടും രംഗത്തിറക്കാനാണ് നീക്കം നടക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിൻഗാമി ആര് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നുള്ളതിലും വടംവലി നടക്കുന്നതിനിടയിലാണ് ഈ നീക്കം വരുന്നത്.